ആംഗിൾ എ ക്യൂ ബി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എ ക്യൂ ബി എത്രയായിരിക്കും? എ ക്യൂ ബി എത്രയായിരിക്കും? ചെയ്യണം, ഇതിനെ തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടിമുട്ടിക്കണം. ഇതിനെയും തമ്മിൽ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്ന എന്തായിരിക്കും? എക്സ് എന്തായിരിക്കും? അപ്പൊ ഈ കിട്ടുന്ന എന്തായിരിക്കും അത്? ഇവിടെ എന്താ? ഈ ടാൻജന്റ് ഇവിടുന്ന് പിയിൽ നിന്ന് എയിലേക്കും പിയിൽ നിന്ന് ക്യൂയിലേക്ക് വരുന്നത് എന്താണ്? ഒരേ ഡിസ്റ്റൻസ് ആണ് അല്ലേ? അവിടെ ഉണ്ടാകുന്ന ആംഗിളുകൾ എന്തായിരിക്കും? അപ്പോ ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ എന്തായിരിക്കും? എക്സ്. ഇവിടെ വൈ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? വൈ ആയിരിക്കും വരുന്നത്. എക്സ് എക്സ്. ഈ എക്സും വൈയും കൂടി കൂടിച്ചേരുമ്പോൾ എത്ര വരും? ട്രയാങ്കിൾ എടുക്കേണ്ടത് ട്രയാങ്കിൾ എ ബി ക്യൂ ആണ് എടുക്കേണ്ടത്. എ ബി ക്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ എ ക്യൂ ബി, ഏത് വേണമെങ്കിലും എടുക്കാം. എടുക്കുമ്പോൾ അതിൽ ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയാണ്? എക്സ്. ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാണ്? വൈ എന്ന് പറയും. അപ്പൊ ആംഗിൾ എ ക്യൂ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ എ ക്യൂ ബി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് പ്ലസ് വൈ ആണ്. ഇത് മൂന്നും കൂടി ചേരുമ്പോ എത്ര കിട്ടും നമുക്ക്? 180. അതായത് ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ എ ക്യൂ ബിയും കൂടി ചേരുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. ആംഗിൾ എ എക്സ്, ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ എന്താ? വൈ. ആംഗിൾ എ ക്യൂ ബി ഇസീക്വൽ ടു എത്ര വരും? 180. ഇവിടെ എക്സും വൈയും. എ ക്യൂ ബിയെ നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് കൊടുത്തൂടെ? അപ്പൊ എ ക്യൂ ബിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? എക്സ് എക്സ് എന്ത് വരും? 2x. വൈയും വൈ എന്ത് വരും? 2y ഇസീക്വൽ ടു എത്ര? 180. 2 രണ്ടിടത്തും കോമൺ ഇല്ലേ? 2 രണ്ടിടത്തും കോമൺ വരുമ്പോ എന്ത് വരും? x പ്ലസ് വൈ ഇസീക്വൽ ടു 180. 2 അപ്പുറം പോകുമ്പോ x പ്ലസ് വൈ മാത്രം ഒറ്റയ്ക്ക് വരും. 180/2 ഇസീക്വൽ ടു ദാറ്റ് ഈസ് 90 ഡിഗ്രി. x പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? എ ക്യൂ ബി ആണ്. അപ്പൊ എ ക്യൂ ബിയുടെ വാല്യൂ എത്ര കിട്ടി? 90 ഡിഗ്രി. ഇത് ചെയ്താൽ ഈ ഒരു മാർഗം ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. സംഭവം മനസ്സിലായ? സിമ്പിൾ ആണ്. നമ്മളെടുത്ത് പറയാം, എല്ലാവരും രൂപം പറയാണ്. എ പി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണെങ്കിൽ പി ക്യു എത്രയായിരിക്കും? എന്താ? പിയിൽ നിന്ന് എയിലോട്ട് പോകുന്ന എത്രയാണ്? 4. പിയിൽ നിന്ന് ക്യൂയിലേക്ക് പോകുന്ന എത്രയാണ്? 4 ആണ്. അപ്പൊ ഇവിടെ എത്ര വരും? 4 സെന്റിമീറ്റർ. കണ്ട, പി പി ഇനി 3 ആണെന്നുണ്ടെങ്കിൽ പി ക്യു എത്ര ആയിരിക്കും? 3 ആയിരിക്കും. മനസ്സിലായില്ലേ? പക്ഷെ അങ്ങനെ വരുമോ? ഇല്ല. കാരണം പി ക്യൂന്റെ അളവും ഈ അളവ് എത്രയാണ്? 4 തന്നെ. അപ്പൊ ഇവിടെ 4 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര തന്നെ വരൂ? 4 തന്നെ വരൂ. അങ്ങനെ പി ബി മാറുവോ? ഇല്ല. അപ്പൊ പി ബി എത്ര തന്നെ വരും? 4 സെന്റിമീറ്റർ. അവരുടെ കണക്ഷൻ മനസ്സിലായോ? ഇപ്പൊ പിയിൽ നിന്ന് എയിലേക്കും പിയിൽ നിന്ന് ക്യൂയിലേക്കും പിയിൽ നിന്ന് ബിയിലേക്കും പിയിൽ നിന്ന് ക്യൂയിലേക്കും എന്തായിരിക്കും? ഒരേ അളവ് തന്നെ ആയിരിക്കും. അപ്പോ ഇത്രയും നിങ്ങൾ ചിന്തിക്കുക. ടാൻജന്റ് പഠിക്കുമ്പോ വെളിയിൽ നിന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്കുള്ള വരകൾ എല്ലാം എന്തായിരിക്കും? ഇങ്ങോട്ട് പോയാലും കണ്ടോ? ഈ ഒരു വര എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആണ്. പി എയും പി ബിയും എന്താണ്? ഈക്വൽ ആണ്. അതാണ് ഈ പി ആണ് ഇവിടെ കിടക്കുന്നത്. കണ്ടോ? എയിലേക്കും പോയിരിക്കുന്നു, ക്യൂയിലേക്കും പോയിരിക്കുന്നു. കണ്ടോ?